ശക്തമായ കാറ്റിലും മഴയിലും മാളയിൽ മരം മുടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൊടകര നന്ദിപ്പലം സ്വദേശിയായ കുറുവത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. മാള കുന്നത്തുകാട് ജംഗ്ഷന് സമീപം ഇന്ന് വൈകിട്ടാണ് സംഭവം. ചാലക്കുടി പള്ളിത്തോടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. മാർക്കറ്റിൽ നിന്നുള്ള മത്സ്യമാംസാവശിഷ്ടങ്ങളടക്കമുള്ളവയാണ് പള്ളിത്തോടിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനും അറിയിച്ചു. മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുമ്പായി പൂർത്തിയാക്കും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശക്തമായ കാറ്റിലും മഴയിലും മാളയിൽ മരം മുടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൊടകര നന്ദിപ്പലം സ്വദേശിയായ കുറുവത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. മാള കുന്നത്തുകാട് ജംഗ്ഷന് സമീപം ഇന്ന് വൈകിട്ടാണ് സംഭവം. മേലടൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മാള കുന്നത്തുകാട് ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പ്ലാവൊടിഞ്ഞു വീണ് വിഷ്ണു സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചാലക്കുടി പള്ളിത്തോടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. സൗത്ത് ജംഗ്ഷനിൽ നിന്നുള്ള കോൺവെന്റ് റോഡിലാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. മാർക്കറ്റിൽ നിന്നുള്ള മത്സ്യമാംസാവശിഷ്ടങ്ങൾ അടക്കമുള്ളവയാണ് പള്ളിത്തോടിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. പള്ളിത്തോട് കടന്നുവരുന്ന പല ഭാഗത്തെയും സ്ഥാപനങ്ങളിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങളും തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി ആക്ഷേപമുണ്ട്. തോട് വൃത്തിയാക്കാനോ മാലിന്യം നീക്കം ചെയ്യാനോ നഗരസഭ ആരോഗ്യ വിഭാഗവും തയ്യാറാകുന്നില്ല. മുൻകാലങ്ങളിൽ മാലിന്യം തോടിൽ നിറയുന്ന സാഹചര്യങ്ങളിൽ വെള്ളം പമ്പ് ചെയ്ത് ഒഴുക്കിവിടുന്ന പ്രവൃത്തികൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സംവിധാനമില്ല. മാലിന്യം പള്ളിത്തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡിനോട് ചേർന്നുള്ള കാനയിലാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. മാലിന്യം നീക്കം ചെയ്യാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനും അറിയിച്ചു. പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. യോഗത്തിന് ശേഷം മന്ത്രിതല സംഘം സുവോളജി പാർക്ക് സന്ദർശിച്ചു. കിഫ്ബി CEO K.M. എബ്രാഹിമും യോഗത്തിൽ പങ്കെടുത്തു. മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്നും മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ വനേതര ആവശ്യങ്ങൾക്കുള്ള ഭൂമിയിൽ AI വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലുണ്ട്. മുഖ്യ ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വനമന്ത്രി പറഞ്ഞു. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും. മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുമ്പായി പൂർത്തിയാക്കും. പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റോഡരികിലുള്ള മരം മുറിക്കുന്നതും വൈദ്യുത കമ്പികളും പോസ്റ്റുകളും മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അടുത്ത ആഴ്ച ആരംഭിക്കും. കൃത്യമായ ടൈം ലൈനിൽ ജോലികൾ പൂർത്തിയാക്കും. 269 കോടി രൂപയാണ് ആദ്യം നിർമ്മാണത്തിനായി അനുവദിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് 333 കോടി രൂപയായി ഉയർന്നു. പാർക്കിന് ചുറ്റും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസുകൾ നൽകുന്നതിനും അധിക തുക വേണ്ടിവരുമെന്ന സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് യോഗത്തിൽ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ 13 അനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രിമാർ വിതരണം ചെയ്തു. പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P. പുകഴേന്തി, സെൻട്രൽ സർക്കിൾ CCF ഡോക്ടർ R. അടലരശൻ,
DFO രവികുമാർ മീണ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ, BN നാഗരാജു, CPW ഡി സൂപ്രണ്ട് എഞ്ചിനീയർ മധുസൂദനൻ റാവു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രവർത്തനത്തിൽ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ വളരെ പ്രശംസനീയമായ സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ചിലപ്പോഴൊക്കെ ന്യൂനതകൾ മാത്രം പെരുപ്പിച്ച് കാട്ടി നല്ല വശത്തെ മറക്കുന്ന ഒരു രീതിക്ക് പകരം ഇവിടെ ക്രിയാത്മകമായൊരു നിലപാട് സ്വീകരിക്കുകയും നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ ടൈം തൃശൂർ. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പൊയ്യ സ്വദേശി ഇറ്റിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തെക്കേനടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അമിത വേഗതയിൽ വന്ന കാർ പോലീസ് തടയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന എടവിലങ്ങ് സ്വദേശി ബിനോജ് മദ്യപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്ന് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ കാറിൽ സഹയാത്രികനായിരുന്ന രാഹുൽ താനാണ് വാഹനം ഓടിച്ചതെന്ന് അവകാശപ്പെട്ട് പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇരുവരെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത്. ജീപ്പിന്റെ പിൻസീറ്റിലിരുന്ന രാഹുൽ മുന്നിലിരുന്ന CPO ഷമീറിനെ കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു. മറ്റുള്ളവർ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ജീപ്പിന്റെ ചില്ലടിച്ചു തകർക്കുകയും ഗ്രേഡ് SI ബാബുവിനെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ SI ബാബുവിന്റെ വലതുകൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊരട്ടി ചിറങ്ങരയിൽ ഭീതി പരത്തിയ പുലിയെ പിടികൂടാനായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂട് സ്ഥാപിച്ചത്. ഒരു കൂടാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിൽ പുലിയെ ആകർഷിക്കാനായി ആട്ടിൻകുട്ടിയെയും കെട്ടിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു കൂട് കൂടി സ്ഥാപിക്കുമെന്നും DFO അറിയിച്ചു. കോർമലയിൽ സ്ഥാപിച്ചിട്ടുള്ള കൂട് ചിറങ്ങരയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളർത്തുനായയെ പിടികൂടിയ സ്ഥലത്ത് നിന്നും കുറച്ചു മാറി ഒഴിഞ്ഞ സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ആട്ടിൻകുട്ടിയുടെ മണവും കരച്ചിലും കേട്ട് പുലി കൂടിനടുത്തെത്തുമെന്നാണ് കരുതുന്നത്. 4 വാച്ചർമാർ ഉൾപ്പെടെ 5 അംഗ വനപാലക സംഘം പുലിയെ നിരീക്ഷിക്കാനായി പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോതമംഗലത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കൂട് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും പുലി സാന്നിധ്യം കണ്ടെത്താനായില്ല. നേരത്തെ വനം വകുപ്പ് 4 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. തുടർന്ന് വനം വകുപ്പ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ അജ്ഞാത ജീവി പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് പുലിയെ പിടികൂടാനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു കൂട് കൂടി വയ്ക്കുമെന്നും അധികൃതർ പറഞ്ഞു. റേഞ്ച് ഓഫീസർ ജീഷ്മ VJ, അസിസ്റ്റന്റ് DFO അസീസ് സാബു, RRT പ്രവർത്തകരായ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ KR സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, ഗ്രേസി സക്കറിയ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം കൊരട്ടി. ഇനി മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിലെ പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, ഒരുമനയൂർ, എങ്ങണ്ടിയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെട്ട പെരിങ്ങാട് പുഴയും തീരപ്രദേശവും കണ്ടൽ റിസർവ് വനമാക്കുന്ന നടപടി പിൻവലിക്കുന്നത് തീരുമാനിക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. മുരളി പെരുന്നെല്ലി MLA, NK അക്ബർ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൗസിലാണ് യോഗം ചേർന്നത്. ജില്ലയിലെ മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലൂടെ ഒഴുകുന്ന പുഴയുടെ പുനരുദ്ധാരണവും അതിനിടയാക്കിയ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ 4 പ്രകാരമുള്ള റിസർവ് വനമായി പ്രദേശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. ഇത് ത്വരിതപ്പെടുത്താൻ നോഡൽ ഓഫീസർ കൂടിയായ സബ് കളക്ടറെയും DFOയെയും മന്ത്രി ചുമതലപ്പെടുത്തി. ഇതിന്റെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം തയ്യാറാക്കി സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനത്ത് എത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യോഗത്തിൽ APCC F ഫിനാൻസ്, ബഡ്ജറ്റ്, ഓഡിറ്റ് ഡോക്ടർ P പുകഴേന്തി,
CCF സെൻട്രൽ സർക്കിൾ ഡോക്ടർ ആർ ആടലരശൻ, സബ് കളക്ടർ അഖിൽ ബി മേനോൻ, DFO രവികുമാർ മീണ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പുത്തഞ്ചിറ യൂണിറ്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ ബിനോയ് പൊഴേലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെസിലിറ്റേഴ്സായിട്ട് എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഒരു താങ്ങ്, ഒരു മീഡിയേറ്ററായിട്ട് വർത്തിക്കുന്നുവോ, അതൊക്കെ ദൈവികമാണ്. നിങ്ങളുടെ ഈ ഒരു വലിയ സംരംഭത്തെ ഇന്ന് എളുപ്പമില്ല. ഇങ്ങനെയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നിറയുന്ന അല്ലെങ്കിൽ കടന്നു പോകാനായിട്ട് ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഒരു IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ NG രാധാകൃഷ്ണൻ, PJ പോൾ, ഫാദർ ജെർലിറ്റ് TB, വിനോദ് PV, ഷിബു എന്നിവർ സംസാരിച്ചു. കുഴൂർ തിരുത്തയിൽ ഭിന്നശേഷിക്കാരനായ യുവാവ് കനാലിന്റെ കുഴിയിൽ വീണ് മരിച്ചു. നെടുമ്പള്ളി വീട്ടിൽ സുധാകരന്റെ മകൻ കൃഷ്ണദാസ് ആണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കൃഷ്ണദാസിനെ വീട്ടിൽ കാണാതായി വന്നതോടെ അയൽവാസികൾ നടത്തിയ തിരച്ചിലിലാണ് കൃഷ്ണദാസിനെ കനാലിന്റെ കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാളയിൽ ഒപ്പുശേഖരണം നടത്തി. മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു ഉദ്ഘാടനം ചെയ്തു. KR പ്രേമ അധ്യക്ഷത വഹിച്ചു. സിൽവി സേവ്യർ, ബിനു തോമസ്, സുനിത സജീവൻ, ഷേളി ജോയ്, ഷൈനി റാഫേൽ, ഷീല ജോസ്, ധന്യ ദേവദാസ് എന്നിവർ സംസാരിച്ചു. അന്നദാന സമിതിയുടെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ മീനഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാന മഹായജ്ഞത്തിലുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. കൊടുങ്ങല്ലൂർ ക്ഷേത്രമടികൾ അഡ്വക്കേറ്റ് ത്രിവിക്രമനടികൾ കാർമ്മികത്വം വഹിച്ചു. യജ്ഞസമിതി വർക്കിംഗ് ചെയർമാൻ PG ശശികുമാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി D വിജയൻ, CB ശിവൻ, ON ഉണ്ണികൃഷ്ണൻ, സുന്ദരേശൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് പൊതു ഇടങ്ങളിലും നാഷണൽ ഹൈവേ റോഡ് സൈഡിലും മെഗാ ശുചീകരണം നടത്തിയതിനു ശേഷം വീണ്ടും കൊടകര നാഷണൽ ഹൈവേ പീപ്പിൾസ് ഹോസ്പിറ്റൽ സർവീസ് റോഡിന് സമീപം ചാക്കിൽ തള്ളിയ സ്ഥാപനത്തിന് പിഴ ചുമത്തി കൊടകര പഞ്ചായത്ത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ കുമാർ MLA, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസി, BO മനീഷ് CA, ക്ലർക്ക് രാജു KU, സ്ക്വാഡ് അസിസ്റ്റന്റ് രോഹിത് കൃഷ്ണ എന്നിവരടങ്ങിയ വിജിലൻസ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ചാക്കിൽ നിന്നും കിട്ടിയ രേഖകൾ അനുസരിച്ച് കൊടകരയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അറിയിച്ചു. മാർച്ച് മാസത്തിൽ ഇതുവരെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിനും കത്തിച്ചതിനും മാത്രമായി 65,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ അറിയിച്ചു. മഹാകവി P ഭാസ്കരന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഭാസ്കരൻ മാഷ് വായിച്ചു വളർന്ന ആനപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിലെ അകാലത്തിൽ അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ നാമധേയത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സച്ചി വെള്ളിത്തിരയിൽ വെച്ച് നടന്ന ഭാസ്കര ഗീതം എന്ന രാഗമാലികയുടെ ദൃശ്യാവിഷ്കാരവും യൂട്യൂബ് റിലീസിംഗും ശ്രദ്ധേയമായി. കവി ബക്കർ മേത്തലയുടെ കാവ്യാത്മകമായ വരികൾക്ക് രാജേഷ് മാമൻ ഈണം പകർന്നു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ബിനീഷ് ബാബുവിന്റെയും പ്രശസ്ത ഗായിക അനുശ്യാമിന്റെയും സ്വരഭംഗി പാട്ടിന് ചൈതന്യം പകർന്നു. P ഭാസ്കരന്റെ സഹോദരി പുത്രി ജ്യോതി ഉണ്ണിരാമൻ രാഗമാലിക സമർപ്പണം നടത്തി. ബക്കർ മേത്തല, CC വിപിൻ ചന്ദ്രൻ, ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, ഡോക്ടർ ജോസ് ഊക്കൻ, പ്രൊഫസർ അജിത, മേധ എന്നിവർ സംസാരിച്ചു. തങ്കര ജാനപ്പുഴ അധ്യക്ഷത വഹിച്ചു. UT പ്രേംനാഥ്, NH സാംസൺ എന്നിവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പുറത്തിറക്കുന്ന സേ നോ ടു ഡ്രഗ്സ് ലഹരി വിരുദ്ധ ഗാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് പ്രകാശനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK ഹാരി ഫാബി ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P തങ്കം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, രാജൻ നെല്ലായി, KG മോഹനൻ, ഗാദർ പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു.
ഗാദർ പട്ടേപ്പാടം എഴുതിയ വരികൾക്ക് RN രവീന്ദ്രനാണ് ഈണം പകർന്നത്. രവീന്ദ്രൻ, ഗിരിപ്രിയ എന്നിവരുടേതാണ് ആലാപനം. കേന്ദ്ര സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയുമായ CB ഷക്കീല ടീച്ചർ ആമുഖാവതരണം നിർവഹിച്ചു. മുഴുവൻ ലൈബ്രറി ബാലവേദികളിലും ഗാനം സംഗീത ശില്പമായി അവതരിപ്പിക്കും. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുളിയിലപ്പാറയിൽ ലോക വദനാരോഗ്യ ദിനാചരണവും TB 100 ദിന കർമ്മ പരിപാടിയുടെ സമാപനവും നടത്തി. ചാലക്കുടി താലൂക്ക് ആശുപത്രി, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, വനം വകുപ്പ്, ചാലക്കുടി സെന്റ് ജെയിംസ് അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ് അധ്യക്ഷയായി. ഡോക്ടർ ജീൻ അഗസ്റ്റിൻ, ഡോക്ടർ സുനിത മത്തായി, ഡോക്ടർ ക്രിസ്റ്റി ആന്റണി, രജിത് ഗോപിനാഥ്, സോണിയ ജെയിംസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ കാറ്റിലും മഴയിലും മാളയിൽ മരം മുടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കൊടകര നന്ദിപ്പലം സ്വദേശിയായ കുറുവത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. മാള കുന്നത്തുകാട് ജംഗ്ഷന് സമീപം ഇന്ന് വൈകിട്ടാണ് സംഭവം. ചാലക്കുടി പള്ളിത്തോടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. മാർക്കറ്റിൽ നിന്നുള്ള മത്സ്യമാംസാവശിഷ്ടങ്ങൾ അടക്കമുള്ളവയാണ് പള്ളിത്തോടിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും അറിയിച്ചു. മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുമ്പായി പൂർത്തിയാക്കും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.